ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നീതുവിന്റെ വീട്ടിലേക്ക് വന്ന സുധീഷിനോട് ഹരീഷ് ചോദിക്കുന്നു, സുധീഷേട്ടാ, സുധീഷൻ എന്ത് ചെയ്യുമെന്നാ? അപ്പൊ സുധീഷ് പറയണ, നീ അത് വിട്, നീ ഇവരെ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? കൊല്ലുവെന്നോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. കൊല്ലടാ. അപ്പൊ അഖിൽ പറയണേ, നിന്റെ അനിയൻ എന്റെ അനിയത്തിയെ ചതിച്ച് ഗർഭിണിയാക്കി. അത് കണ്ടിട്ട് ഞങ്ങള് മിണ്ടാതിരിക്കണോ അല്ലേ? എന്താ ഇവളെ പ്രഗ്നന്റ് ആക്കിയാൽ ഈ മെക്കാനിക്കിന് ഇവളെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്നുള്ള വിചാരമാണോ? സീത ദേഷ്യത്തോടുകൂടി ഹരീഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് ചോദിക്കുന്നു, എന്റെ മകളുടെ ജീവിതം നീ നശിപ്പിച്ചില്ലേടാ? അപ്പൊ സുധീഷ് പറയുന്നു, കൈയെടുക്ക്, എന്താണെങ്കിലും സംസാരിച്ചു തീർക്കാം, ഇങ്ങനെ ദേഹത്ത് കൈവയ്ക്കുകയൊന്നും വേണ്ട. സീത ചോദിക്കുന്നു, എന്ത് സംസാരിച്ചു തീർക്കാമെന്നോ? സംസാരിച്ചു തീർക്കേണ്ട കാര്യമാണോ നിന്റെ അനിയൻ ചെയ്തിരിക്കുന്നത്? കല്യാണം കഴിക്കാത്ത പെണ്ണ അവള് 2 മാസം ഗർഭിണിയാണെന്ന് പറയുന്നു. അവളുടെ പ്രായം എത്രയാണെന്ന് അറിയോ? 21 വയസ്സ്. കോളേജിൽ പോകേണ്ട പ്രായത്തില് വയറ്റിലൊരു കുഞ്ഞുമായി നിൽക്കുന്നു. നിങ്ങൾ വലിയ യോഗ്യതയുള്ള കുടുംബമാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിന്റെ യോഗ്യത ഇതാണോ? എന്റെ മകളോട് സംസാരിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞു? സുധീഷ് ചോദിക്കുന്നു, അവനായിട്ട് വന്നാണോ നിങ്ങളുടെ മകളോട് സംസാരിച്ചത്? നിങ്ങളുടെ മകള് സംസാരിച്ചത് കൊണ്ടല്ലേ അവന് സംസാരിച്ചേ? രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. വെറുതെ അവന്റെ ഷട്ടിൽ കയറി പിടിക്കുകയൊന്നും വേണ്ട കേട്ടോ. നീതുവിന്റെ അരികിലേക്ക് വന്ന് സീത ചോദിക്കുന്നു, കേട്ടോടി, നീയാണ് സംസാരിച്ചതെന്ന്. നീ സംസാരിച്ചത് കൊണ്ടാ ഇതെല്ലാം നടന്നതെന്ന്. നീ കാരണോ ഈ നാണക്കേടല്ല. അങ്ങനെ സീത നീതുവിനെ തല്ലുമ്പോൾ ഹരീഷ് പറയുന്ന, ഒന്ന് നിർത്തുന്നുണ്ടോ? നീതു, നീ പറ, നീ പ്രഗ്നന്റ് ആണോ? നീ എങ്ങനെ പ്രഗ്നന്റ് ആകാനാ? ഇത് കേട്ട് നീതു വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ എല്ലാവരും സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. ചന്ദ്രൻ ചോദിക്കുന്നു, എന്റെ മകളെ ചതിച്ച് പ്രഗ്നന്റ് ആക്കിയിട്ട് ഇപ്പൊ ഇല്ലാന്ന് പറയുന്നു. സീത ചോദിക്കുന്നു, എടി, അവൻ പറഞ്ഞത് കേട്ടില്ലേ? നീ എങ്ങനെ ഗർഭിണിയായെന്ന്? ഈ അപമാനത്തിന്റെ ആവശ്യമുണ്ടോ നിനക്ക്? നിന്റെ കൂടെ ചുറ്റിക്കറങ്ങി നടന്ന് നിന്നെ ഗർഭിണിയാക്കിയിട്ട് ഇപ്പൊ ആരുടെ കുഞ്ഞാണെന്ന് അവൻ ചോദിക്കുന്നത്. ഹരീഷിന്റെ ഷട്ടർ കുത്തി പിടിച്ച് അഖിൽ ചോദിക്കുന്നു, എടാ ഹരീഷ്, എന്റെ പെങ്ങളെ ചതിക്കാൻ ശ്രമിക്കുകയാണോടാ നീ? അങ്ങനെ അഖിൽ ഹരീഷിനെ തല്ലുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി സുധീഷ് അഖിലിന്റെ ഷട്ടർ കുത്തി പിടിക്കുകയാണ്. സുധീഷും ഹരീഷും കൂടെ അഖിലിനെയും തല്ലുന്നു. ഇത് കണ്ട് എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ നീതു പറയുന്നു, നിർത്തുന്നുണ്ടോ? നിർത്താനാ പറഞ്ഞത്. ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല. നീ എന്താടി പറയുന്നതെന്ന് സീത ചോദിക്കുമ്പോൾ നീതു പറയുകയാണ്, ഞാൻ പ്രഗ്നന്റ് അല്ല. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ്. ഹരീഷ് സമാധാനത്തോടു കൂടി നിൽക്കുമ്പോൾ സീത പറയുകയാണ്, എടി, നീ അല്ലേ പറഞ്ഞത് നീ പ്രഗ്നന്റ് ആണെന്ന്? അപ്പൊ ചന്ദ്രൻ പറയുകയാണ്, നീതു, നീ അല്ലേ പറഞ്ഞത് നീ 2 മാസം പ്രഗ്നന്റ് ആണെന്ന്? അപ്പൊ നീതു പറയണ, ഞാൻ പറഞ്ഞത് കള്ളായിരുന്നു അച്ഛാ. അപ്പൊ അഖിൽ പറയണ, നീ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കാൻ? അപ്പൊ നീതു പറയണ, പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോഴേ സ്കാൻ ചെയ്ത് നോക്കത്തില്ലായിരുന്നോ? അപ്പൊ തന്നെ ഞാൻ പ്രഗ്നന്റ് അല്ലാന്ന് അറിയുമായിരുന്നല്ലോ. അപ്പൊ ഹരീഷ് പറയണ, അവള് പ്രഗ്നന്റ് അല്ല, അവള് പ്രഗ്നന്റ് ആകാനുള്ള ഒരു സാധ്യതയില്ല. സീത ചോദിക്കുന്നു, പിന്നെ നീ എന്തിനാടി കള്ളം പറഞ്ഞത്? എന്തിനാ കള്ളം പറഞ്ഞെന്ന് ചോദിച്ച് സീത നീതുവിനെ തല്ലുകയാണ്. ഇത് കണ്ട് തടഞ്ഞ് ഹരീഷ് പറയുന്നു, ദേ നോക്ക്, വെറുതെ അവളെ തല്ലരുത്. അഖിൽ ദേഷ്യത്തോടു കൂടി ഹരീഷിനെ നോക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, നീ എന്താടാ നോക്കി പേടിപ്പിക്കുകയാണോ? മിണ്ടാ നിന്നോണ അവിടെ. ഹരീഷ് ചോദിക്കുന്നു, എന്തിനാ നീതു നീ കള്ളം പറഞ്ഞത്? അപ്പൊ നീതു പറയാണ്, നീ തറവാട്ടമ്പലത്തിലേക്ക് പോയി. നീ ഇവിടെ ഇല്ലാത്ത സമയത്ത് എന്താ നടന്നെന്ന് നിനക്കറിയോ? എന്നെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവന്റെ കൂട്ടുകാരൻ ഒരുത്തന് എന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ ശ്രമിച്ചു. ഇത് കേട്ട് ഞെട്ടി അഖിലിനെ നോക്കുകയാണ് ഹരീഷും സുധീഷും. ഹരീഷ് ചോദിക്കുന്നു, നിന്റെ കല്യാണം നടത്താൻ ശ്രമിച്ചെന്നോ? അപ്പൊ നീതു പറയണ, അതെ ഹരീഷ്, മണ്ഡപം വരെ കൊണ്ടിരുത്തി. അപ്പൊ പോലും ഞാൻ ഇവന്റെ കൂട്ടുകാരനോട് പറഞ്ഞതാ, എനിക്ക് ഹരീഷിനെ ഇഷ്ടമാ, എനിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ലാന്ന്. പക്ഷെ ആ മാനം കെട്ടവൻ നീ പ്രേമിക്കുന്ന കാര്യം അറിഞ്ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചെന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഹരീഷ്. അവൻ താലി കെട്ടിയേനെ, അതുകൊണ്ടാ ഞാൻ പ്രഗ്നന്റ് ആണെന്നാ കള്ളം പറഞ്ഞത്. അതിനുശേഷം ആ കല്യാണം മുടങ്ങിയത്. ഇത് കേട്ട് സീത നെഞ്ചത്ത് കൈവച്ച് കേൾക്കുമ്പോൾ അഖിൽ പറയണ, അപ്പോ നീ അന്ന് കള്ളം പറഞ്ഞതായിരുന്നു അല്ലേ? എന്തിനാടി കള്ളം പറഞ്ഞേ? അങ്ങനെ അഖിൽ ദേഷ്യത്തോടു കൂടി നീതുവിനെ തല്ലാനെ കൈ ഉയർത്തുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് തടഞ്ഞ നീതുവിന്റെ മുന്നിലേക്ക് കയറി നിന്ന ഹരീഷ് പറയണ, അവള് സംസാരിക്കുകയല്ലേ, ഇനി അവളുടെ ദേഹത്ത് കൈവച്ചാൽ വിവരം അറിയുന്നീ, അങ്ങോട്ട് മാറി നിൽക്കടാ. അങ്ങനെ ഹരീഷ് അഖിലിനെ പിടിച്ചു തള്ളുമ്പോൾ സുധീഷ് പറയുന്നു, എടാ അങ്ങോട്ട് മാറി നിൽക്കടാ, ആവശ്യമില്ലാതെ തല്ലു വാങ്ങി ചാകണ്ട. നിന്റെ അച്ഛൻ മാറിയിരിക്കുന്ന കണ്ടില്ലേ, അതേപോലെ അങ്ങോട്ട് മാറി നിൽക്ക്. ഹരീഷ് പറയുന്നു, നീ പറ നീതു. അപ്പൊ നീതു പറയുകയാണ്, ആ സമയത്ത് എനിക്ക് നിന്നെ ഇൻഫോം ചെയ്യാൻ പറ്റിയില്ല. നീ വാങ്ങി തന്ന ഫോണും ഇവര് മേടിച്ചു വെച്ചു. എനിക്ക് എങ്ങനെയാ കല്യാണം മുടക്കണമെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഹരീഷ്. സീത ചോദിക്കുന്നു, എടി, ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് ഇങ്ങനെ ഒരു കാര്യം കള്ളം പറയുമോ? പറയടി, കള്ളം പറയുമോന്ന്. അപ്പൊ നീതു പറയാണ്, ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവന്റെ കൂട്ടുകാരൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയനെ. നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ ജീവിതത്തോട് സ്നേഹമുണ്ട്. ഞാൻ എന്തിനാ എന്റെ ഹരീഷിനെ വേണ്ടെന്ന് വെച്ചാൽ മറ്റൊരുത്തനെ കല്യാണം കഴിക്കണം? അപ്പൊ ഹരീഷ് പറയണ, അവരോട് കള്ളം പറഞ്ഞത് ശരി, നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ? അപ്പൊ നീതു പറയണ, അത് ചുമ്മാ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇത് കേട്ട് സുധീഷ് ചിരിക്കുമ്പോൾ നീതു പറയുകയാണ്, ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല. ഹരീഷ് വരുന്നത് വരെ ഇത് പറയാൻ പാടില്ലെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാ ഈ കള്ളം ഇത്രയും നാളും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത്. ഹരീഷ് നാട്ടിലെല്ലാം അറിഞ്ഞിട്ടല്ലേ നിങ്ങളുടെ മകൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇനി ഹരീഷ് ഈ നാട്ടിൽ തന്നെ ഉണ്ടാകും. ഇനി ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ വാങ്ങിക്കൂട്ടും. നീ വാ ഹരീഷ്, നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. അങ്ങനെ നീതു ഹരീഷിന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ നിക്കടി അവിടെ എന്ന് പറഞ്ഞ് സീത നീതുവിനെ തടയുകയാണ്. അങ്ങോട്ട് മാറി നിൽക്കമ്മേന്ന് പറഞ്ഞ് സീതയെ തള്ളി മാറ്റി ഹരീഷിന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് പോവുകയാണ് നീതു. ഇത് കണ്ട് ഒന്നും ചെയ്യാനാകാതെ നിൽക്കുകയാണ്
നിൽക്കുകയാണ് അഖിലും ചന്ദ്രനും. പുഞ്ചിരിച്ച് എല്ലാവരെയും ഒന്ന് നോക്കി ചന്ദ്രന്റെ കവിളിൽ പിടിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു ഗുഡ് ബോയ്. തുടർന്ന് ഹരീഷിന്റെ നീതുവിന്റെ അരികിലേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു എന്താടാ ഇതല്ല? അപ്പൊ ഹരീഷ് പറയണ ഞാൻ പറഞ്ഞില്ലേ സുധീഷ് ഏട്ടാ, ഇവള് പ്രഗ്നന്റ് ആകാൻ ഒരു സാധ്യതയില്ലെന്ന്. ഇത് കേട്ടോ നീതു പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയണ നിങ്ങൾ സംസാരിക്കാം, നമുക്ക് പിന്നെ ഇതിനെ കുറിച്ച് സംസാരിക്കാം. താങ്ക്സ് ബ്രോ എന്ന് നീതു പറയുമ്പോൾ സുധീഷ് പറയണ ശരി ശരി, എല്ലാം ഒരു സാമൂഹ്യ സേവനം അല്ലേ, നിങ്ങൾ സംസാരിച്ചിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ സുധീഷ് അങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ നീതു ചോദിക്കുന്നു എന്താ ഹരീഷ് പേടിച്ചു പോയോ? അപ്പൊ ഹരീഷ് പറയുകയാണ് പേടിച്ചു പോയോന്നോ, 2 ദിവസം എന്തൊരു ടെൻഷൻ ആയിരുന്നെന്നറിയോ, നീ പ്രഗ്നന്റ് ആണെന്ന് സുഭാഷേട്ടനെ വിളിച്ചാ നിന്റെ അമ്മ പറഞ്ഞു. ഇവരെല്ലാവരും എന്നെ കളിയാക്കി കൊന്നു. നീതു പറയണ പിന്നെ വേറെ എന്തായിരുന്നു ഞാൻ ആ സമയത്ത് ചെയ്യുക, കല്യാണ മണ്ഡപം വരെ കൂട്ടിക്കൊണ്ടുപോയി, അവൻ താലി എന്റെ കഴുത്തിന്റെ അടുത്ത് വരെ കൊണ്ടുവന്നു, എനിക്ക് എന്ത് ചെയ്ത് തടയണമെന്ന് അറിയില്ലായിരുന്നു, അതാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഹരീഷ് പറയണ സോറി, ഞാൻ തറവാട്ടമ്പലത്തിൽ പോയതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാൻ കാരണം നീ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പൊ നീതു പറയണ നീ എന്ത് ചെയ്യാനാ ഹരീഷെ, എന്റെ ചേട്ടൻ നീ നാട്ടിലില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്, ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു. നിന്നോട് സത്യം പറയാന്ന് ഞാൻ വിചാരിച്ചതാ, നീ എങ്ങനെ പ്രഗ്നന്റ് ആകാനാണെന്ന് നീ എന്നോട് ചോദിച്ചില്ലേ, അതുകൊണ്ടാ നിന്നെ ഒന്ന് പറ്റിക്കാന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഹരീഷ് പറയണ ഞാൻ എന്ത് ടെൻഷനായെന്നറിയോ? അപ്പൊ നീതു ചോദിക്കുന്നു ഇവരെനിക്ക് തന്ന ടെൻഷനേക്കാൾ കൂടുതലാണോ അത്? ഇത് കേട്ട് ഹരീഷ് പുഞ്ചിരിക്കുമ്പോൾ നീതു ചുറ്റും നോക്കിയിട്ട് ഹരീഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. ചുറ്റും നോക്കി ഹരീഷ് ചോദിക്കുന്നു നീ എന്താ ചെയ്യുന്ന നീതു, ആരെങ്കിലും കാണും, സുധീഷ് ഏട്ടൻ കാണും. ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സുധീഷ് പെട്ടെന്ന് കാണുകയാണ് നീതു ഹരീഷിനെ കെട്ടിപ്പിടിക്കുന്നത്. ഹരീഷ് പറയുന്നു ആരെങ്കിലും കാണും നീതു, അങ്ങോട്ട് മാറി നിൽക്കുക. സുധീഷ് ചിരിച്ചുകൊണ്ട് തലയാട്ടുകയാണ്. നീതുവിനെ പിടിച്ചു മാറ്റി ഹരീഷ് പറയുന്നു ശരി നീതു, നാളെ കാണാം, ശരി ഞാൻ പോയിട്ട് വരാം, ബൈ എന്ന് പറഞ്ഞ് നീതു സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ്. ഹരീഷ് പുഞ്ചിരിച്ച് നീതു പോകുന്ന നോക്കി നിൽക്കുമ്പോൾ സുധീഷ് ഉറക്കെ പറയുന്നു എടാ ഹരീഷേ നീയും കൂടെ പിന്നാലെ പോകണ്ട, നമുക്ക് വീട്ടിൽ പോണം വാ. ഹരീഷ് പറയുന്നു ഇതാ വരുന്നു, സുധീഷ് ഏട്ടനുള്ള കാര്യം മറന്നുപോയല്ലോ. തുടർന്ന് ഹരീഷ് ബൈക്കിലിരിക്കുമ്പോൾ സുധീഷ് ഹരീഷ് എന്ന് വിളിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. ഹരീഷ് പറയുന്നു മതി മതി. സുധീഷ് പറയണ എനിക്ക് പറ്റുന്നില്ല, ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. പുഞ്ചിരിച്ച ഹരീഷ് പറയണ മതി സുധീഷ് ഏട്ടാ വിട്, ഇപ്പഴാ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. സുധീഷ് പറയണ അപ്പഴേ എനിക്ക് തോന്നി നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ലാന്ന്, പക്ഷെ ഇതാണ് നടന്നതെന്ന് സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല. ഹരീഷ് പറയണ ഇപ്പൊ സുധീഷ് ഏട്ടൻ ചിരിക്കുന്നു, 2 ദിവസം ഞാൻ ഭയന്നു പോയി, അവള് പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അവള് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതുമായി ഒരു ബന്ധവും ഇല്ലെന്ന് പറയാൻ പറ്റുമോ? 2 ദിവസം ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു. സുധീഷ് പറയുന്നു ഹരീഷേ മനസ്സിലാവുന്നുണ്ട്, ഇനി നീ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല, നിന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒന്നും ചെയ്യാത്ത നിന്റെ തലയില് ഇത്രയും വലിയൊരു പഴി വെച്ച് തന്നാൽ പാവം നീ എന്ത് ചെയ്യാനാ, നിന്റെ അവസ്ഥ കഷ്ടം തന്നെയാ. സത്യം എന്താണെന്ന് അറിയാതെ ഞങ്ങളും നിന്നെ ഒരുപാട് ശകാരിച്ചു. അപ്പൊ ഹരീഷ് പറയണ ഞാൻ അവളെ കാണുന്നത് മെക്കാനിക് ഷോപ്പിൽ വെച്ചാ, ഒരു ചായയും വടയും വാങ്ങിക്കൊടുക്കും, അത്രേ ഉള്ളൂ ഞങ്ങൾ തമ്മിലുള്ള സംസാരമൊക്കെ, അതിന് ഇത്രയും വലിയ പഴി എന്റെ തലയിൽ വെക്കണ്ടായിരുന്നു. അപ്പൊ സുധീഷ് പറയണ ശരി അവള് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ നീ അച്ഛനാകാൻ പോകുന്നു, ഞാൻ വലിയച്ഛനാകാൻ പോകുന്നു എന്നൊക്കെ സന്തോഷിക്കുകയായിരുന്നു. അങ്ങനെ അവർ ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ഹരീഷും സുധീഷും വരുന്നത് കാത്തു നിൽക്കുകയാണ്. സുഭാഷ് അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു എന്താ സുഭാഷേട്ട എവിടെ നിൽക്കുന്നത്? അപ്പൊ സുഭാഷ് പറയണ നീതുവിന്റെ വീട്ടിലേക്ക് പോയ ഹരീഷ് ഇതുവരെ വന്നിട്ടില്ല, ഇവൻ അങ്ങോട്ട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവർ എന്തെങ്കിലും ചെയ്യുമോന്ന് എനിക്ക് പേടിയായിട്ട് വയ്യ. അപ്പൊ നിധി പറയുകയാണ് അവൻ പോയതാ ശരി സുഭാഷേട്ടാ, ഈ പ്രശ്നം ഹരീഷ് തന്നെ ഹാൻഡിൽ ചെയ്യണം, വീട്ടിൽ വന്ന ഉടനെ ഹരീഷ് അങ്ങോട്ട് പോയല്ലോ അതാ ശരി, ഇത് മാറ്റി വെക്കേണ്ട കാര്യമല്ല, ഈ പ്രശ്നം ഹരീഷ് തന്നെ ഹാൻഡിൽ ചെയ്തേ പറ്റും, അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. അപ്പൊ സുഭാഷ് പറയണ ഒരുപക്ഷെ അവര് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നിധി പറയണ അതൊക്കെ സമ്മതിക്കും സുഭാഷേട്ടാ, ഇനി എങ്ങനെ സമ്മതിക്കാതിരിക്കും, ദേഷ്യപ്പെടും പക്ഷെ ഒടുവിൽ സമ്മതിക്കും. അപ്പൊ സുഭാഷ് പറയണ അതേ മോളെ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. ഈ സമയം നികേഷ് അവിടേക്ക് വരികയാണ്. അപ്പൊ സുഭാഷ് പറയുന്നു നികേഷ് മുതിർന്നവര് സംസാരിക്കുന്ന കണ്ടില്ലേ, എഴുന്നേറ്റകത്ത് പോകും. അപ്പൊ നികേഷ് പറയണ എന്താ ഇത്ര വലുതായിട്ട് സംസാരിക്കുന്നത്, നീതു പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് ഹരീഷ് ഏട്ടന്റെയും നീതുവിന്റെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം, അത്രയല്ലേ ഉള്ളൂ, ഇത് നാട്ടുകാരെല്ലാം അറിഞ്ഞ ആര്യ. സുഭാഷ് ചോദിക്കുന്നു നീ എന്താടേ പറയുന്നത്, നാട്ടുകാരെല്ലാം അറിഞ്ഞോ? അപ്പൊ നികേഷ് പറയണ അങ്ങനെയല്ല സുഭാഷ് ഏട്ടാ, വീട്ടിലെല്ലാവർക്കും അറിയാവുന്ന ആര്യല്ലേ, നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോഴല്ലേ സുഭാഷ് ഏട്ടന്റെ ഫോൺ വന്നത്, എനിക്കെല്ലാം അറിയാലോ, എന്നോട് എന്തിനാ പോകാൻ പറയുന്നത്? ഈ സമയം പൊട്ടിച്ചിരിച്ച് അവിടേക്ക് വരികയാണ് ഹരീഷും സുധീഷും. നികേഷ് പറയുന്നു ദേ വന്നല്ലോ. എല്ലാവരും സംശയത്തോടുകൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഹരീഷിനെയും സുധീഷിനെയും നോക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു എന്താണ് സംഭവിച്ചേ ചിരിച്ചുകൊണ്ട് വരുന്നത്? അപ്പൊ സുധീഷ് പറയണ ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, ഹരീഷേ ഞാൻ പറയട്ടെ, ഒന്ന് മിണ്ടാതിരിക്കും സുധീഷ് ഏട്ടാന്ന് ഹരീഷ് പറയുമ്പോൾ നിധി ചോദിക്കാണ് എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചിരിക്കുന്നേ, പോയപ്പോ ഭയന്നാ പോയത്, ഇപ്പൊ ദേ ഇങ്ങനെ ചിരിക്കുന്നു. സുധീഷും ഹരീഷും പൊട്ടിച്ചിരിക്കുമ്പോൾ നിധി പറയണ എടാ നികേഷ് നിന്റെ ചേട്ടന്മാർക്ക് രണ്ടുപേർക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ സുധീഷ് പറയണ ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കും, ചുമ്മാ അതിരിക്കും സുധീഷ് ഏട്ടാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഹരീഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് സുധീഷ് പറയുന്നു നിക്കടാ എവിടാ നീ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? സുഭാഷ് ഏട്ടാ ഞങ്ങൾ നീതുവിന്റെ വീട്ടിൽ നിന്നാ വരുന്നത്. സുഭാഷ് ചോദിക്കുന്നു അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോടാ? അപ്പൊ സുധീഷ് പറയണ പ്രശ്നം ഉണ്ടായെങ്കിൽ ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? സുഭാഷ് ചോദിക്കുന്നു അപ്പോ കല്യാണത്തിന് സമ്മതിച്ചോ? അതല്ലാന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ എന്താന്ന് പറഞ്ഞിട്ട് ചിരിക്ക്, പറയടാ ഹരീഷേ. അപ്പൊ ഹരീഷ് പറയണ സുഭാഷ് ഏട്ടാ നീതു പ്രഗ്നന്റ് ഒന്നും അല്ല. മനസ്സിലായില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് പറയണ മനസ്സിലായില്ലെന്നോ? ഇനി എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല സുഭാഷ് ഏട്ടാ. പൊട്ടിച്ചിരിച്ചോണ്ട് സുധീഷ് പറയണ ഞാൻ അപ്പോഴേ വിചാരിച്ചു
വിചാരിച്ചു എന്റെ അനിയൻ അത്രയ്ക്ക് മോശക്കാരനൊന്നും അല്ലാന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇവന്റെ പിന്നാലെ പോയത്. അവിടെ ചെന്ന് കണ്ടപ്പോൾ അങ്ങനെ സുധീഷ് പൊട്ടിച്ചിരിക്കുമ്പോൾ ഹരീഷ് പറയണ ഒന്ന് മിണ്ടാതെ നിൽക്ക് സുധീഷേട്ടാ. അപ്പൊ സുധീഷ് പറയണ ഞാൻ പറയട്ടെ. സുഭാഷ് ചോദിക്കുന്നു നിങ്ങൾ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സുധീഷ് പറയണ സുഭാഷേട്ടാ നീതു പ്രഗ്നന്റ് ഒന്നും അല്ല. നമ്മള് തറവാട്ടമ്പലത്തിലേക്ക് പോയതറിഞ്ഞ് അവിടെ വീട്ടുകാര് അവക്ക് വേണ്ടി ഒരു കല്യാണം തീരുമാനിച്ചു. അതിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാതെ നീതു പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞതാ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു നീ എന്താണ് ഈ പറയുന്നത്, സത്യാണോ? അപ്പൊ നിധി പറയുകയാണ് ഹരീഷ് നല്ല ടെൻഷനിലായിരുന്നല്ലോ, ഇതാ കാര്യം ഒന്ന് പറഞ്ഞ പോരായിരുന്നു. അപ്പൊ സുധീഷ് പറയണ അവൻ എങ്ങനെ പറയണ നിധി, അവന് സംശയമായിരുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അവള് പ്രഗ്നന്റ് ആകുക എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അവൻ. ഇത് കേട്ട് നിധിയും നികേഷും ചിരിക്കുകയാണ്. ഹരീഷിന്റെ കയ്യിൽ പിടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് സുധീഷ്. സുഭാഷ് പറയുന്നു ചുമ്മാതിരിക്കടാ, ഇങ്ങനെ ചിരിക്കാതെ. അപ്പൊ സുധീഷ് പറയണ സുഭാഷേട്ടാ അവന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. നീതു അവിടെ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു, ഇവൻ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എല്ലാവരും കൂടി ഒരു ഭാഗത്ത് നിന്ന് ഇവനെ വഴക്ക് പറയുന്നു. ഇവന് നീതു പ്രഗ്നന്റ് ആണെന്ന് പറയാനും പറ്റുന്നില്ല, അല്ലാന്നും പറയാൻ പറ്റുന്നില്ല. പാവം കഷ്ടപ്പെടുകയായിരുന്നു. അതാ സാറ് വീട്ടിൽ വന്ന ഉടനെ ഓടിപ്പോയത്. ഞാൻ ചുമ്മാ വിടുവോ, ഞാൻ പിന്നാലെ പോയില്ലേ. നീതുവിനോട് സംസാരിച്ച് സത്യം ഇറങ്ങിയതിനു ശേഷമാ സാറിന് സമാധാനമായത്. ഇത് കേട്ട് നിധിയും നികേഷും പൊട്ടിച്ചിരിക്കുമ്പോൾ ഹരീഷ് പറയണ ഏട്ടത്തി ചിരിക്കാതെ. ചിരി അടക്കി പിടിച്ച നിധി പറയുന്നു സോറി. സുഭാഷ് ചോദിക്കുന്നു ഇക്കാര്യം നീതുവിന്റെ വീട്ടിലറിഞ്ഞോ? അപ്പൊ സുധീഷ് പറയണ ഇപ്പോഴാ അവരും അറിഞ്ഞത്. ഹരീഷ് ഇവിടേക്ക് തിരിച്ചു വരുന്നത് വരെ നീതു ഈ കള്ളം മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ ഉടനെ പിടിച്ച കല്യാണം നടത്തിയാൽ എന്ത് ചെയ്യും? അപ്പൊ ഹരീഷ് പറയണ സുഭാഷേട്ടാ അവള് വീട്ടിൽ കള്ളം പറഞ്ഞത് കുഴപ്പമില്ല, പക്ഷെ എന്നോടും അതേ കള്ളം തന്നെ പറഞ്ഞു. നിന്നോട് എന്തിനാ കള്ളം പറഞ്ഞതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ ഞാൻ ടെൻഷനായി ചാകണ്ടേ, അതിനുവേണ്ടി അവള് പറഞ്ഞു. ഇത് കേട്ട് സുഭാഷും സുധീഷും നികേഷും നിധിയും എല്ലാം പൊട്ടിച്ചിരിക്കുകയാണ്. ഹരീഷ് പറയുന്നു ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. വിഷമത്തോടുകൂടി സുഭാഷ് പറയണ എടാ ഹരീഷ് സോറിടാ, ഇതറിയാതെ ഞാൻ നിന്നെ തല്ലി. അപ്പൊ ഹരീഷ് പറയണ സാരമില്ല സുഭാഷേട്ടാ, ആരാണെങ്കിലും ആ സമയത്ത് അങ്ങനെയല്ലേ ചെയ്യും, അത് വിട്ടേര്. തുടർന്ന് ചന്ദ്രനും അഖിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് സീത. നീതുവും അവിടേക്ക് വന്നിരുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുന്നു. അഖിൽ പറയുന്നു ദേ നോക്ക് നീതു, നിനക്ക് ഗർഭമില്ലാന്നറിഞ്ഞു, ഇപ്പൊ പോലും ഒരു പ്രശ്നമില്ല. പ്രേമനോട് കാര്യം പറഞ്ഞാൽ അവൻ നിന്നെ കല്യാണം കഴിക്കാൻ ഓക്കെ പറയും. നീ അവനെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. നീതു ചോദിക്കണേ ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലേ ഞാൻ എത്ര വലിയ കള്ളം പറഞ്ഞാ കല്യാണം മുടക്കിയത്? വീണ്ടും അവൻ കല്യാണം കഴിക്കുമെന്ന് പറയുന്നത് എന്തിനാ? അപ്പൊ ചന്ദ്രൻ പറയണ നീതു നിന്നെ പറ്റി എല്ലാം അറിഞ്ഞിട്ടും ഒരു പയ്യൻ നിന്നെ കല്യാണം കഴിക്കാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. നീതു ചോദിക്കുന്നു എല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്താ ആരെങ്കിലും കൊന്നിട്ട് വന്ന് നിൽക്കുകയാണോ? അല്ലല്ലോ, ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു, അയാളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതൊരു കുറ്റമാണോ? സീത ചോദിക്കുന്നു നീ എന്താടി പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ കുടുംബത്തിലേക്ക് നിന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ ഞങ്ങൾക്ക് സമ്മതമല്ല. അപ്പൊ നീതു പറയണ ഞാൻ ആ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചിട്ട് പോകത്തുള്ളൂ. ഇത് കേട്ട് സീത പറയണ അപ്പൊ ഞങ്ങളെ എല്ലാവരെയും നീ മറന്നേക്ക്. അപ്പൊ നീതു പറയണ അതെനിക്ക് വിഷമാ, പക്ഷെ എനിക്ക് വേറെ വഴി അറിയില്ല. അഖിൽ പറയുന്നു ദേ നോക്ക്, നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ പറയുന്നത്. ഇപ്പൊ നീ എന്തോ നേടിയെടുത്ത് സന്തോഷം കാണും, പക്ഷെ അവനെ നീ കല്യാണം കഴിച്ച് ആ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ചു നോക്ക്. ആ വീട്ടിൽ 5 ആണുങ്ങളുണ്ട്, ആ വീട്ടിൽ എങ്ങനെ നീ താമസിക്കും? ഇവിടെ എന്ത് പ്രശ്നം വന്നാലും നീ റൂമിനകത്ത് കയറി കഥ കടക്കുമല്ലോ, അങ്ങനെ ഒരു മുറി പോലും അവിടെ കാണില്ല. നാട്ടിലുള്ള ആരും നല്ലത് പറയാത്ത വീടാണത്. ആ കൊലയാളിയായ ഹരീഷിന്റെ അച്ഛൻ എന്നും കള്ളു കുടിച്ചിട്ടാ വീട്ടിലേക്ക് വരുന്നത്. നിനക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്, ആ ഹരീഷിന് വിദ്യാഭ്യാസം ഇല്ല, വെറും മെക്കാനിക് അവൻ. ആ മെക്കാനിക് ഷോപ്പ് പോലും അവന്റേതല്ല, ശമ്പളത്തിന് ജോലി ചെയ്യുന്നവനാ. ഇപ്പൊ പറ അങ്ങനെ ഒരു ജീവിതം നിനക്ക് ആവശ്യമുണ്ടോ? അപ്പൊ ചന്ദ്രൻ പറയണ ദേ നോക്ക് മോളെ, ഞാൻ ആ വീടിനെ കുറിച്ച് നന്നായി അന്വേഷിച്ചു. അവര് താമസിക്കുന്ന വീട് പോലും സ്വന്തം വീടല്ല, ആ വീടിന് മേൽ കേസുണ്ട്. ഹരീഷിന്റെ വലിയച്ഛൻ അത് എന്റെ വീടാണെന്ന് പറഞ്ഞ കേസ് കൊടുത്തിരിക്കുക. കേസ് തീരുന്നത് വരെ ആ വീടിന് പെയിന്റ് പോലും അടിക്കാൻ പറ്റില്ല. കേസ് ഹരീഷിന്റെ വലിയച്ഛൻ അനുകൂലമായി വന്നാൽ വീടില്ലാതെ തെരുവിലിറങ്ങേണ്ടി വരും. ഇതൊക്കെയെന്ന് ആലോചിക്കും നീതു. അപ്പൊ നീതു പറയണ അച്ഛാ ഇതൊക്കെ അറിയാതെയാണോ ഞാൻ ഹരീഷിനെ പ്രണയിക്കുന്നത്? എനിക്കെല്ലാം അറിയാം. അപ്പൊ അഖിൽ പറയണ ദേ നോക്ക്, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു, നീ ഉടനെ മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല, സമയമെടുത്ത് മറുപടി പറഞ്ഞാൽ മതി. പ്രേമനാണെങ്കിൽ സ്വന്തം വീടുണ്ട്, പ്രൈവറ്റ് ബാങ്കില് ജോലി ചെയ്യുന്നു, കൈ നിറയെ സമ്പാദിക്കുന്നു, പോരാത്തതിന് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. നീതു ചോദിക്കുന്നു ഇപ്പൊ ഞാൻ കഴിക്കണോ വേണ്ടയോ? നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കഴിക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഭക്ഷണം എടുത്ത് റൂമിനകത്തേക്ക് കയറി വാതിലടക്കുകയാണ് നീതു. തുടർന്ന് നീതുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഹരീഷ്. നീതു ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുകയാണ്. എന്തു പറ്റി നീതു എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയണ ഒന്നുമില്ല. ശരി എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ ഹരീഷ് ഫോൺ കട്ട് ചെയ്യാനായി തുടങ്ങുമ്പോൾ നീതു ചോദിക്കുന്നു ഒന്നുമില്ലാന്ന് ഡള്ളായിട്ട് പറഞ്ഞാൽ ഉടനെ ഫോൺ വെക്കുമോ നീ? അപ്പൊ ഹരീഷ് പറയണ ഒന്നുമില്ലാന്ന് പറയുന്നു, എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടാതിരിക്കുന്നു. അപ്പൊ നീതു പറയണ മിണ്ടാതിരുന്നെന്ന് കരുതി എന്താ ഏതാന്നൊന്നും ചോദിക്കില്ലേ നീ? അപ്പൊ ഹരീഷ് പറയണ ശരി എന്താ പ്രശ്നം അത് പറ, ഞാൻ ചോദിച്ചാലല്ലേ നീ ചോദിക്കൂന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് നീതു. ഹരീഷ് ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ നീതു വീണ്ടും ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഹരീഷ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ നീതു പറയണ ഞാൻ ദേഷ്യത്തിൽ ഫോൺ വെച്ചാൽ തിരിച്ച് ഫോൺ ചെയ്ത് നീ എന്താന്ന് പോലും ചോദിക്കത്തില്ലേ? ഹരീഷ് ചോദിക്കുന്നു ഇപ്പൊ എന്താടി പ്രശ്നം നിനക്ക്? ആരോടുള്ള ദേഷ്യം നീ എന്നോട് എന്തിനാ കാണിക്കുന്നത്? അപ്പൊ നീതു പറയണ ഇതിനപ്പുറം എനിക്ക് പറ്റുമെന്ന് അറിയില്ല ഹരീഷ്, ഇപ്പൊ തന്നെ പോലീസിൽ വിവരം അറിയിച്ച് ഇവരെ എല്ലാവരെയും വിരട്ടിയ ഞാൻ ഇവിടെ കഴിയുന്നത്. എന്നിട്ടും അവരെന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് അല്ല എന്ന് അറിഞ്ഞ ഉടനെ വീണ്ടും എന്നോട് കല്യാണം കഴിക്കണമെന്ന്
എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ലടാ. ഞാനും എന്റെ ചേട്ടനും വഴക്കിട്ടാലും വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല. ഇപ്പൊ പക്ഷെ അങ്ങനല്ല. അവരും എന്നെ ഓർത്ത് വിഷമിക്കുന്നു. എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നു. ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ നമുക്കും തിരിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കാം. സമാധാനത്തെ സംസാരിച്ച് എന്നെ കൊല്ലാക്കൊല ചെയ്യുക. എനിക്ക് പറ്റില്ല. എന്നെ കൂട്ടിക്കൊണ്ട് പോ ഹരീഷേ. അപ്പൊ ഹരീഷ് പറയണ എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണമെന്നാ നീ പറയുന്നത്? നീ ഹോസ്റ്റലിൽ പോയി നിൽക്കുക. അപ്പൊ നീ ഇത് പറയണ എന്നെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ട് പോ ഹരീഷേ പ്ലീസ്. അപ്പൊ ഹരീഷ് പറയണ ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ആദ്യം സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കട്ടെ, അതിനുശേഷം നമ്മുടെ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അപ്പൊ നീ ഇത് പറയണ നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്റെ അവസ്ഥ ഇവിടെ മോശമായിക്കൊണ്ടിരിക്കുക. നീയും കണ്ടോണ്ടിരിക്കുകയല്ലേ. ഞാൻ എന്താ പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ അവന്റെ ഭാര്യ ആയിരുന്നേനെ. ഇനി ഞാൻ എങ്ങനെ ഇവിടെ താമസിക്കുക? അപ്പൊ ഹരീഷ് പറയണ ശരി, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഹോസ്റ്റലിൽ പോയി നിൽക്കാൻ പറഞ്ഞത്. ഞാൻ ആദ്യമേ ഹോസ്റ്റലിൽ പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ. നീ തന്നെയല്ലേ പറഞ്ഞത് വീട്ടിലേക്ക് പോകാന്ന്. നീ ഇത് ചോദിക്കുന്നു. അപ്പോ എന്റെ തെറ്റാണെന്നാണോ പറയുന്നത്? ഞാൻ എന്ത് വലിയ പ്രശ്നത്തിനാണെന്നറിയോ? അതൊന്നും മനസ്സിലാക്കി സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഹരീഷ് പറയണ ദേ നോക്ക് നീതു, സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയട്ടെ, അതിനുശേഷം നമ്മുടെ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ദേഷ്യത്തോടുകൂടി ഫോൺ വെക്കണമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ് നീതു. ഹരീഷ് ടെൻഷനോടുകൂടി ഇരിക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്